തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തോറ്റവർ എന്തുകൊണ്ട് തോറ്റു എന്ന് പഠിക്കുന്നുണ്ടാവും. വിജയിച്ചവരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്തിന് ഇത്രയും വലിയ വിജയം നമുക്കുണ്ടായി എന്ന് വിജയിച്ചവരും ചിന്തിക്കുന്നുണ്ടാവും. ഒറ്റൊരു കാര്യം കൊണ്ടാണ് ജയിച്ചത്. അത് വളരെ കോൺഫിഡൻസ് ആയിട്ട് നമ്മുടെ വി.ഡി. സതീശന് 100ൻ്റെ മുകളിൽ സീറ്റ് ലഭിക്കും എന്നൊക്കെ അദ്ദേഹത്തിന് പറയാൻ സാധിച്ചത് അദ്ദേഹത്തിന് മലയാളികളെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്, മലയാളികളെ നന്നായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അയാൾ ജയിക്കാനുണ്ടായിരുന്ന ഈ പ്രാവശ്യം UDF ജയിക്കാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മലയാളികളെ മനസ്സിലാക്കി. മലയാളികളോട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഒറ്റൊരു കാര്യം. അയാൾ പറഞ്ഞ ഒറ്റൊരു കാര്യത്തിനാണ് മലയാളികൾ മുഴുവൻ ഈ വലിയ വിജയം അയാൾക്ക് സമ്മാനിച്ചത്. നിങ്ങൾക്കിപ്പോൾ അത് കേട്ടാൽ മനസ്സിലാവും. ഒരാളും ഭൂരിപക്ഷ വർഗീയതയും പറയണ്ട, ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട. കേരളത്തിൽ ആരും വർഗീയത പറയണ്ട. ആര് വർഗീയത പറഞ്ഞാലും, ഏത് കൊല കൊമ്പം പറഞ്ഞാലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. അത് തെറ്റാണെന്ന് പറയും, അത് പിൻവലിക്കണമെന്ന് പറയും. ഇനി തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്, ഞങ്ങളുടെ കയ്യിൽ കുറെ വോട്ട് ബാങ്ക് ഉണ്ട്, ഞങ്ങൾ വർഗീയത പറയും. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി, വർഗീയത പറയാൻ പറയണ്ട, വർഗീയത പറയാൻ പറയണ്ട. തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യം നിൽക്കുമ്പോഴും 4 വോട്ടിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല. ഇത് കേട്ടല്ലോ, ഇതാണ്. ഇതിനിപ്പോൾ ആര് പറഞ്ഞാലും, BJP-ക്കാരൻ പറഞ്ഞാലും അത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലായാൽ മലയാളി അവരെ ചേർത്ത് പിടിക്കും. അതിൻ്റെ ഉദാഹരണമാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം എന്തൊക്കെ വർഗീയത പറഞ്ഞ ആളാണ്. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് മാറിയപ്പോൾ ഇന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു കേരളം. അതാണ് മലയാളികൾ വിജയിപ്പിക്കണമെങ്കിലും പരാജയപ്പെടുത്തണമെങ്കിലും ഈ ഒറ്റൊരു സംഗതി, വേറെ ഒരു ഫ്രീ എന്ത് കിറ്റ് കൊടുത്തിട്ടും എന്ത് ഫ്രീ തന്നിട്ടും എന്ത് വികസനം നടത്തിയിട്ടും കാര്യമില്ല. ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ മലയാളികൾ വെച്ച് പൊറുപ്പിക്കുകയേയില്ല. ഒരു രാഷ്ട്രീയക്കാരോ ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകളാണെങ്കിലും ആ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ വർഗീയത എന്ന് പറയുന്ന സംഗതി.